ഗൈസ് പാതിരാത്രിയായി ഏതോ ഒരു മുക്കിലെത്തിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ച് അനിമൽസൊക്കെ കാണുമെന്ന് ചിലപ്പോൾ 5% ചാൻസ് ഉണ്ട്. നോക്കിപ്പോയാൽ മതി. ഗൈസ് നമ്മളിപ്പോൾ ഒരു കൊടുങ്കാട്ടിൻ്റെ അകത്തേക്കാണ് ഉള്ളത്. നമ്മളും നമ്മളെ മറ്റേ വണ്ടിയും മാത്രമേ റോട്ടിൽ തന്നെയാണ്. പെട്ടെന്നൊന്ന് കട്ടായി പോയി. രണ്ടെണ്ണം ഉണ്ട്. നോക്കുന്നതാ കളി നല്ല ലൈറ്റ് ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഓടും ഗായ്സ്. ഓടിപ്പോയി. അത് മാനല്ല അല്ലേ? സാമ്പാർ ഡിയർ എന്ന് പറയും ഇംഗ്ലീഷില്. മലയാളത്തിൽ നമ്മൾ മ്ലാവ് എന്ന് പറയും. എറണാകുളത്ത് നമ്മള് ചാലക്കുടി വഴി അതിരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിലാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. പാർട്ട് 1 കഴിഞ്ഞ് വണ്ടർലയിലൊക്കെ പോയി പിന്നെ ആ വീഡിയോ കഴിഞ്ഞ് ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതാണ്. മോർണിംഗ് ആയി. ഉറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി എണീറ്റിട്ടില്ലേ. 5:30 ആയ സമയത്ത് എണീറ്റിട്ട് ചെറുതായിട്ട് ഇവിടെ ആനകൾ എന്താണ് സൈറ്റിങ് കിട്ടും പറയുന്നത്. സോ പക്ഷെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടായിരുന്നു. ആനേനെ കിട്ടിയാൽ ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം. കാണുന്നതൊരു രസമുള്ള കാഴ്ചയായിരിക്കാം. സോ വൈ നോട്ട്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ് ഉറങ്ങി എണീച്ച മഞ്ഞർ പഞ്ഞ ഡ്രൈവർ ബുൾബുളു. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സീറ്റ് ബെൽറ്റ് ഈ സൗണ്ട് കേൾക്കുന്നതാണ്. വഴി മുഴുവൻ വളർത്തുന്ന പശു എന്നാണ്. ഇവിടെ പേര് എന്താ? ഐഷു പറഞ്ഞത്. അങ്ങനെ നമ്മൾ മോർണിംഗ് റൈഡിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഏഴാറ്റുമുഖം എന്നാണ് കേട്ടോ, അതിരപ്പള്ളിക്കടുത്ത്. അപ്പൊ ഈ പോകുന്നത് വെച്ചാൽ മുഴുവൻ പനയുടെ എസ്റ്റേറ്റ് ആണ്. മുന്നേ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷേഴ്സിന്റെ കാലത്ത് അവര് വെച്ച എസ്റ്റേറ്റ്. ഇപ്പൊ ഇതിനെ കൊണ്ട് വലിയ യൂസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ റൂട്ടിൽ എപ്പോഴും ആനകൾ ഉണ്ടാവാറുണ്ട്, ആനയുടെ സൈറ്റിങ് കിട്ടാറുണ്ട്. ഞാൻ കാണുന്ന എല്ലാ കാഴ്ചകളും ഇതിൽ കാണിച്ചിരുന്നതാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കുറെ കാട്ടുകോഴിയൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടുകോഴികളെ സൗണ്ടൊക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ചോല ഒഴുകി പോകുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒരു സൗണ്ട് ഇങ്ങനെ നോക്കിയാൽ കേൾക്കും. പക്ഷെ ചെറിയ ഫ്രഷ് ആനപ്പിണ്ടുണ്ട്. ആനപ്പിണ്ടും വേണ്ടത്രയുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇവിടെ ക്യാമറയെ പിടിച്ചിരിപ്പുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കാം അല്ലേ? എന്താണ് നിങ്ങളെ അഭിപ്രായം? കിട്ടുമായിരിക്കോ? കിട്ടുമെന്ന് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ കാട്ടിൽ കയറും. കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാട് ആസ്വദിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഇവിടെ ആനയില്ല, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും പറ്റിക്കുമായിരുന്നു. കുഴപ്പമില്ല, ഒരു മോർണിംഗ് റൈഡ് എന്ന് നമുക്ക് ആശ്വസിക്കാം. ഐശുവിന് സംസാരിക്കാൻ വയ്യ. ഐശുവിന് ചെറുതായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വലിയ കാര്യം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ക്യൂട്ടല്ലേ സാധനം? നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിന് എന്തോ കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു എന്താ പറയുക, ഒരു പക്ഷിയാണ്. എൻ്റെ ഇത്രേ കിട്ടുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊന്നും കാണില്ല. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ കണ്ണിൽ എല്ലാം അയാൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിൽ അയാൾ കണ്ടിരിക്കും. അവരെ ഒരു ക്വാളിറ്റിയാണിത്. എനിക്കത് ഇഷ്ടം. ഇതാണ് ആ പ്രാവ് കേട്ടോ. അങ്ങനെ വരുമോ? അങ്ങനെ പറയല്ലോ. നിങ്ങൾക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഒരു
പരുന്തിനൊക്കെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ അവിടെ ഇവിടെ ഈ ഒരു സൈഡിലൊരാൾ, ഈ ഒരു സൈഡിലൊരാൾ. അത് റെഡ് കളറിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ കാണാൻ കഴിയില്ല. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ആനേനെ കണ്ടിട്ടുണ്ട് ഗൈസ്. മിസ്റ്റിൻ്റെ ഇടയിൽ ആന എനിക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. ഒളിച്ചിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൈഡിലാണ് ആന വരും. പക്ഷെ എൻ്റെ കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അവിടെ ഒരു ആനയുണ്ട് ഗൈസ്. വിഷ്വൽ ബ്യൂട്ടി. എണ്ണപ്പന മരങ്ങൾക്കിടയിൽ ഒരു സൺറൈസ്. നിങ്ങൾ വേണല്ലോ കാണുന്ന ഗൈസ്. നിങ്ങൾക്ക് ഇതൊക്കെ ഞാനേ കാണിച്ചു തരും, വേറെ ആര് കാണിച്ചു തരാനാ? പറയാൻ പറ്റൂല, ചിലപ്പോ വേറെ ആരെങ്കിലും ഉണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരുന്നത് പോലെ വേറെ ആർക്കും കാണിച്ചു തരാൻ പറ്റൂലല്ലോ. എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് വ്യൂ, അതായത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതാണ് ഉദ്ദേശിച്ചത്. ഇത് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ആസ്വദിക്കുന്ന സീനുകളാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഫോൺ തിരിച്ചാൽ അതിനനുസരിച്ച് അടുത്ത ആള് കപ്പിൾ ഗോൾസ് ആണ് ഗൈസ്. ഒരു ആൺമയിലും ഒരു പെൺമയിലും. നിങ്ങളത് കാണുന്നുണ്ടോ? നമ്മളെ തന്നെയാണ് നോക്കുന്നത്. സൺലൈറ്റിൽ ശരിക്കും ഡ്രീമി എഫക്റ്റ് ഇട്ട പോലെയല്ലേ? ക്യാപ് കട്ടിൽ ഡ്രീമി എഫക്റ്റ് ഇട്ട ഇതുപോലെ നമുക്ക് കിട്ടാം. അതുപോലെ നേരിട്ട് സോ ബ്യൂട്ടിഫുൾ. മാൻ ഇങ്ങനെ നിന്ന് തരുവാണ്. അകത്തേക്ക് പോയി പോയി ഇങ്ങനെ വരുമ്പോ എല്ലാം. ഇന്നലെ രാത്രി വന്ന വെറ്റിലപ്പാറ പാലത്തിലാണുള്ളത്. ഞങ്ങൾക്കൊരു സീൻ കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു സീൻ കാണിച്ചു തരാവേ, എന്നെപ്പോലെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീൻ. ഗൈസ് നോക്ക്, എന്താ അതിൻ്റെ ബ്യൂട്ടി, ശരിക്കും സൂപ്പറല്ലേ? ആ ലാൻഡ്സ്കേപ്പ്, താഴെ ഒഴുകുന്ന വെള്ളം എല്ലാം ലൈക്കിച്ച്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും എനിക്ക് നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു യാത്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ശരിക്കും കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ രാവിലത്തെ? കൊള്ളായിരുന്നു. വളരെ നല്ല സുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. സാഹിത്യം പറച്ചിലല്ലാതെ യഥാർത്ഥത്തിൽ പറയൂ ഗൈസ്. മുനീറിന്റെ അഭിപ്രായം പറയൂ. ഞാൻ എന്റെ ഫ്രണ്ടി വന്നില്ല, എനിക്ക് ആനയോട് പിണങ്ങിയിരിക്കുവാണ് മുനീർ. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്താണ് പറയേണ്ടത്? ഇപ്പൊ രാവിലെ ഇപ്പോഴത്തെ ട്രിപ്പിൽ ഇപ്പൊ പോയതിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നു? ഒരു ആനയെ കാണാൻ പറ്റി, അതിൽ സന്തോഷം. നിങ്ങള് ഇതിനെ കണ്ടിപ്പോ മറ്റേ സാമ്പാർ ഡിയർ, മ്ലാവിനെയും കണ്ടായിരുന്നു. ഷെസു നമ്മളോടൊന്നും പറയില്ല. ഷെസുവിന്റെ ഉപ്പാക്ക് എന്താ പറയാറുണ്ട്? ആ ട്രിപ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഗൈസ്. ഐ ഗോട്ട് എ പെർഫെക്റ്റ് ഒഴിനോട. നല്ല ക്രിസ്പിയാ, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളില് നല്ല സോഫ്റ്റ്. ആനേനെ കാണുന്ന ചോദിച്ചിട്ടാകുമ്പോ ഷോപ്പിലെ ഓണർ നമുക്ക് ആനേന്റെ ഒരു കലണ്ടർ എടുത്ത് കാണിച്ചു. എല്ലാത്തിൻ്റെയും പേര് തിരുപ്പള്ളി കുട്ടിക്കൊമ്പൻ. അടുത്തതായി ഏഴാറ്റുമുഖം ഗണപതി.
ഇവിടെ ഉള്ള ആനകളിലൊക്കെ ഫോട്ടോ ആട്ടോ. എനിക്ക് ഈ വട നല്ല ഇഷ്ടപ്പെട്ടു. പല്ലിനെ കൊണ്ട് കഴിച്ചു. സൂപ്പർ. അവിടുന്ന് വട ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും വടയൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി റെഡിയായി നേരെ അതിരപ്പള്ളിയിലേക്ക് കേട്ടോ പോയേ. അതിരപ്പള്ളി പോയി നമ്മൾ അതിരപ്പള്ളി ജസ്റ്റ് ഒന്ന് കണ്ട് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ നേരെ വാൽപ്പാറയിലേക്ക്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്, വല്ലാത്ത യാത്രയൊക്കെയാണ്. നമുക്ക് ആ വ്ളോഗ് എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ.